അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും. എല്ലാവർക്കും ഫിഖുൽ മുസ്ലിമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് സക്കാത്തുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര കാര്യങ്ങളാണ്. നമ്മൾ സക്കാത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സക്കാത്ത് ഒരു മനുഷ്യൻ്റെ എല്ലാ ചെലവും കഴിഞ്ഞ് ബാക്കി വരുന്ന സമ്പത്തിനാണോ യഥാർത്ഥത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സക്കാത്തുമായി ബന്ധപ്പെട്ട പല സംശയങ്ങൾക്കും മറുപടിയാകുന്ന രൂപത്തിൽ ചില അടിസ്ഥാന കാര്യങ്ങൾ ആദ്യം പറയാം. അപ്പോൾ പല സംശയങ്ങളുടെയും ഉത്തരം അതിലൂടെ ലഭിക്കും. ഒന്ന്, ഒരാളുടെ കൈവശം സമ്പത്തുണ്ടായി എന്നതുകൊണ്ട് മാത്രം സക്കാത്ത് നിർബന്ധമാവുകയില്ല. അയാൾക്ക് ആ സമ്പത്തിന് സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ ചില ഷർത്തുകൾ, ഉപാധികൾ പൂർത്തിയായിരിക്കണം. ഒന്നാമതായി, ഇപ്പം നിങ്ങളൊരു മഹലിൻ്റെ സെക്രട്ടറിയാണെന്ന് വിചാരിച്ചു. സ്വാഭാവികമായി മഹല് അംഗങ്ങളെല്ലാവരും വരിസംഖ്യ തരും. വേറെ വല്ല ഫണ്ടും മഹലിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ പള്ളി നന്നാക്കാനോ അങ്ങനെ പല രൂപത്തിലായിട്ട് പല ഫണ്ടുകളുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു 10 ലക്ഷം ഉറുപ്പ്യ മഹല് സെക്രട്ടറി അല്ലെങ്കിൽ മഹല് കമ്മിറ്റി ഖജാൻജി ഒക്കെ ആയി എന്നുള്ളത് നിങ്ങളുടെ കൈവശം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറെ ആരുടേതും അല്ലാത്ത ഒരു 10 ലക്ഷം രൂപ ഉണ്ട്. പക്ഷേ അത് നിങ്ങളുടേതല്ല, നിങ്ങളുടെ ഉടമസ്ഥതയിൽ ഉള്ളതല്ല. അതിന് നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. മഹല്ല് കമ്മിറ്റി ജോയിൻ്റ് അക്കൗണ്ടിലായിരുന്നു ഈ പൈസ ഉള്ളതെന്ന് വിചാരിക്കാം, എന്നാലും കൊടുക്കേണ്ടതില്ല. അതായത് ഞാനും കൂടെ ഉള്ള ഒരു അക്കൗണ്ട് ആണെങ്കിൽ കൊടുക്കേണ്ടതില്ല. ഇപ്പം അടുത്തെന്നോട് അങ്ങനെ ചിലർ ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് കൊടുക്കേണ്ടതില്ല? സക്കാത്ത് നിർബന്ധമാകുന്നതിനുള്ള ഒന്നാമത്തെ ഷർത്ത് മുത്ലഖായ മിൽക്കിയത്തുണ്ടായിരിക്കണം എന്നാണ്. ഉടമാവകാശം. ഉടമാവകാശം എന്ന് പറഞ്ഞാൽ, പൂർണ്ണ ഉടമാവകാശം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുതൽ എന്നുള്ള അർത്ഥത്തിൽ യഥേഷ്ടം ഉപയോഗിക്കാൻ പരുവത്തിൽ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കണം. മഹലിൻ്റെ പൈസ നിങ്ങൾ ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ? നിങ്ങളെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു അധികാരം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ പൂർണ്ണ ഉടമാവകാശത്തിൽ മറ്റാർക്കും പങ്കില്ലാതെ യഥേഷ്ടം ഉപയോഗിക്കാൻ പാകത്തിൽ നിങ്ങളുടെ കൈവശമുള്ള പണമായിരിക്കണം. അപ്പോൾ വഖഫ് സ്വത്ത് അതിന് സക്കാത്തില്ല. മഹല്ല് കമ്മിറ്റിയുടെ സ്വത്ത് അതിന് സക്കാത്തില്ല. സ്ഥാപനങ്ങളുടെയും ഒക്കെ ആയിട്ടുള്ളത് അതിന് സക്കാത്തില്ല. അപ്പൊ അതിൽ ഒരു കാര്യം കൂടെ ഉപചോദ്യമായിട്ട് ചോദിക്കട്ടെ, ഒരു സംശയം തോന്നിയതാ. അപ്പൊ നമ്മളെ സ്വത്ത് തന്നെയാണ്, അതൊരു കേസിൽ കിടക്കുകയാണ്, ഒരു പ്രശ്നത്തിൽ കിടക്കുകയാണ്, അങ്ങനെയുള്ള സ്വത്ത്. നല്ല ചോദ്യം. അതായത് അവിടെ എന്താ പ്രശ്നം? ഉടമാവകാശം ഇല്ലാത്ത പ്രശ്നമല്ല, പൂർണ്ണ ഉടമാവകാശം. അതായത് മിൽക്കിയ താമ, പൂർണ്ണ എന്നൊക്കെ മലയാളത്തിൽ പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പൂർണ്ണ ഉടമാവകാശം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് പ്രശ്നത്തിലാണ്, അല്ല കേസ് വന്ന് കോടതി ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, അങ്ങനെ അല്ലെങ്കിൽ നിയമപരമായ കുരുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യില്ല, ആ സമയത്ത് സക്കാത്തില്ല. അത് കുരുക്കൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥ എത്തിയാൽ സക്കാത്ത് കൊടുക്കാം. ആ കുരുക്ക് ഉള്ള സമയത്തുള്ളത് അടക്കമാണോ അത് കഴിഞ്ഞാൽ നമ്മൾ സക്കാത്ത് കൊടുക്കുക? ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് നമുക്ക് പറയാം. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന പൂർണ്ണ മിൽക്കിയത്ത് ഉണ്ടായിരിക്കണം. കട്ട മുതൽ അയാളുടേതല്ലല്ലോ, മോഷ്ടാവിൻ്റെതല്ലല്ലോ. അതുകൊണ്ട് മോഷ്ടാവ് അതിന് സക്കാത്ത് കൊടുത്തോണ്ടൊന്നും രക്ഷപ്പെടില്ല, അത് മുഴുവൻ ഉടമസ്ഥന് കൊടുക്കണം. മോഷ്ടിക്കപ്പെട്ട മുതൽ, ഇപ്പം എൻ്റെ മുതൽ മോഷ്ടിക്കപ്പെട്ട് അത് പോലീസ് തൊണ്ടി മുതൽ പിടിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് അത് കിട്ടിയിട്ടില്ലല്ലോ, എൻ്റെ കയ്യിലെത്തിയിട്ടില്ല. ചിലപ്പോൾ അത് കോടതി വിധിയൊക്കെ വന്ന് കേസിലൊക്കെ ആണെങ്കിൽ കുറേ സമയമെടുക്കും. ഇതാണ് അപ്പോൾ ഒന്നാമത്തെ ഷർത്ത്. അതാണ് ചെലവ് കഴിച്ചിട്ട് ആണല്ലോ ചോദ്യം. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഷർത്ത് ഒരുമിച്ച് പറയാം. രണ്ടാമത്തെ ഷർത്ത് നിസാബ് തികയുക എന്നതാണ്. നിസാബ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സമ്പത്തിന് സക്കാത്ത് ബാധകമാകുന്ന ഏറ്റവും മിനിമം ആണ്.
പരിധി. ഒരാളുടെ കൈവശമുള്ള വ്യത്യസ്ത തര മുതലുകൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്ന മിനിമം പരിധി. ഇപ്പോൾ ആടാണ് നിങ്ങളുടേതെങ്കിൽ 40 ആട്, അതോടുകൂടി സക്കാത്ത് തുടങ്ങാൻ. അതെ അതെ അതെ. എന്നുവെച്ചാൽ 39 ആടുള്ള ഒരാൾ സക്കാത്തിനെ പറ്റി ചിന്തിക്കേണ്ടതില്ല എന്നർത്ഥം. ദീനാർ ആണെങ്കിൽ 20 ദീനാർ, ദിർഹമാണെങ്കിൽ 200 ദിർഹം, ധാന്യങ്ങളാണെങ്കിൽ ഇപ്പോൾ അരി, ഗോതമ്പ്, ഈത്തപ്പഴം, ഇങ്ങനെ ഭക്ഷ്യ വസ്തുക്കളും ധാന്യങ്ങളൊക്കെ ആണെങ്കിൽ 5 വസ്ക്. അത് ഇന്നത്തെ കണക്ക് പ്രകാരം 653 കിലോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. 300 സാ ആണ് 5 വസ്ക് എന്ന് പറഞ്ഞാൽ. ഒരു സാ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു കൈക്കുമ്പിളിൽ ഇങ്ങനെ കോരിയാ കിട്ടണ. അപ്പം നിസാബ് തികയുക എന്നതാണ് രണ്ടാമത്തെ ഷർത്ത്. മൂന്നാമത്തെ ഷർത്ത് വർഷം പൂർത്തിയാവുക എന്നതാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ കൈവശം നിസാബ് തികഞ്ഞ ഒരു മുതൽ ഇന്ന് കൈവശം ഉണ്ടെന്ന് വിചാരിക്കാം, ഇന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. ഇപ്പോൾ തന്നെ അതിന് സക്കാത്ത് കൊടുക്കണോ? വേണ്ട. ഒരു വർഷം തികയുന്ന മുറക്കാണ് അതിന് സക്കാത്ത് നിർബന്ധമാവുകയുള്ളൂ. അതും ഒരു സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ ഒരു സംഖ്യ സക്കാത്ത് കൊടുക്കാൻ പറ്റിയ ഒരു സംഖ്യ എൻ്റെ കയ്യിൽ ലഭിച്ചു, 10 ലക്ഷം കിട്ടിയെന്ന്. 10 ലക്ഷം കിട്ടിയെന്ന് വിചാരിക്കും. ആ 10 ലക്ഷം ഒരു വർഷം തുടർച്ചയായി എൻ്റെ കയ്യിൽ ഉണ്ടാവണം എന്നാണോ ഈ പറയുന്നത്? അത് വിശദീകരിക്കാം. അപ്പോൾ 3 നിബന്ധനകൾ പ്രധാനപ്പെട്ടത്. ഒന്ന്, മിൽക്കിയത്ത് പൂർണ്ണമായിരിക്കണം, ഉടമാവകാശം യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉടമസ്ഥതയിൽ ഉണ്ടായിരിക്കുക. 2, നിസാബ് തികയുക. 3, ഒരു വർഷം പൂർത്തിയാവുക. ഈ ഒരു വർഷം പൂർത്തിയാവുമ്പോൾ ഇപ്പോൾ 200 ദിർഹം എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ 20 ദീനാർ. 20 ദീനാർ എന്ന് പറഞ്ഞാൽ 85 ഗ്രാം സ്വർണ്ണ എന്നാണ്. അതായത് ദീനാർ സ്വർണ്ണ നാണയത്തിനാണ് പറയുക, ദിർഹം വെള്ളി നാണയത്തിന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുള്ളത് 20 ദീനാർ എന്നാണ്. ഈ 20 ദീനാർ അന്നത്തെ ദീനാർ എടുത്തിട്ട് തൂക്കി നോക്കിയപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് 85 20 ദീനാർ 20 ദീനാർ തൂക്കി നോക്കിയപ്പോൾ 85 ഗ്രാമാണ് സ്വർണം. അപ്പോൾ ആളുകൾ 10 പവൻ ഇങ്ങനെ പറയും. 10 പവനല്ല, 85 ഗ്രാമാണ്. 10 പവൻ എന്ന് പറഞ്ഞാൽ 84 ഗ്രാമാണ്. ഇപ്പോൾ 1 ഗ്രാമും നല്ല വിലയുടെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതിനിപ്പോൾ ഒരു 6 ലക്ഷം എന്ന് കണക്ക് കൂട്ടാം. അതിൻ്റെയൊക്കെ മുകളിലെത്തിയിട്ടുണ്ട്. ഉദാഹരണം പറയാണ്, സ്വർണ്ണ വില ഇങ്ങനെ തായും പോയി കൊണ്ടിരിക്കുക. 6 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഇന്ന് കിട്ടി വിചാരിക്കുക. ഒരു സമ്മാനം കിട്ടി, അല്ലെങ്കിൽ അനന്തരാവകാശമായിട്ട് കിട്ടി, അങ്ങനെയൊക്കെ ആവാം. 6 ലക്ഷം രൂപ. ഈ 6 ലക്ഷത്തിന് ഇപ്പോൾ സക്കാത്ത് കൊടുക്കണോ? വേണ്ട, ഒരു വർഷം കഴിയണം. കാരണം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇദാ കാനത് ലക മിഅത്താ ദിർഹമിൻ, നിന്റെ കൈവശം 200 ദിർഹം ഉണ്ടാവുകയും ഫഹാല അലൈഹൽ ഹൗലു, എന്നിട്ട് അതിനൊരു വർഷം പൂർത്തിയാവുകയും ചെയ്താൽ ഫഫീഹ 5 ദറാഹിമ, അതിൽ 5 ദിർഹമാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ്. ഈ ഹദീസിൽ 2 ഷർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്. ഇത് നമ്മളാരും പറഞ്ഞതോ കണ്ടെത്തിയൊന്നുമല്ല. ഇത് വെച്ചിട്ടാണ് ഫുഖഹാക്കൾ ഈ ഷർത്തുകൾ ഉണ്ടാക്കുന്നത്. 2 ഷർത്ത് ഈ ഹദീസ് പറഞ്ഞു. അതെന്താ? ഒന്ന്, വർഷം തികയണം, നിസാബ് തികയണം, അഥവാ 200 ദിർഹം ഉണ്ടാവണം. വലാ യകൂനു ലക അലൈക ശൈഉൻ ഹത്താ യകൂന ലക മിഅത്താ ദിർഹം, അതായത് 200 എത്തുന്നത് വരെ നിനക്ക് ഒന്നും ബാധകമല്ല, സക്കാത്ത് നിനക്ക് നിർബന്ധമല്ല. ഹദീസ് തന്നെ ഉള്ള. അപ്പോൾ ഇന്നത്തെ കണക്ക് നമ്മൾ സ്വർണത്തിന് ദീനാറിനെ പറ്റി എൻ്റെ ദേശം പറയുന്നുണ്ട്. 6 ലക്ഷം രൂപ കൈവശം ഒരാൾക്ക് ഇന്ന് കിട്ടി. അപ്പം തന്നെ സക്കാത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നിർബന്ധമാവുക എപ്പോഴാണ്? ഒരു വർഷം. ഫഹാല അലൈഹൽ ഹൗലു, എന്നിട്ട് അതിനൊരു വർഷം പൂർത്തിയാവുകയും ചെയ്താൽ അപ്പോൾ അതിൽ 5 ദിർഹം കൊടുക്കണം. ഇനി ഉദാഹരണം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ 6 ലക്ഷം ഉറുപ്പ്യ എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. ഇന്ന് 10 ഡേറ്റ്? ഇന്ന് 7 മാർച്ച് അല്ല മെയ് 8 അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത മെയ് 8 എന്നാണ് ഒരു വർഷം പറയുമ്പോൾ അടുത്ത മെയ് 7. പക്ഷേ നമ്മൾ സക്കാത്തിൻ്റെ ഒക്കെ വർഷം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ചാന്ദ്ര വർഷമാണ്. 10-11 ദിവസത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട്
ഇതിപ്പോൾ ദുൽഖഅദാന്ന് വിചാരിക്കാം, ദുൽഖഅദ് 8 വിചാരിക്കാം. അടുത്ത ദുൽഖഅദ് 8 നിങ്ങളെ കൈവശം 6 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് വേറെ ആ 6 ലക്ഷം നിങ്ങളുടെ കൈവശം അടുത്ത ദുൽഖഅദിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ചിലവ് എന്തേക്കും, എങ്ങനെ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകുക? ഇന്ന് 6 ലക്ഷം ഉണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ദുൽഖഅദ് നിങ്ങൾക്ക് 6 ലക്ഷം ഉണ്ടായിരുന്നു, ഇന്ന് നിങ്ങളെ കൈവശം 6 ലക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ചിലവെന്താക്കി? എങ്ങനെ നിങ്ങൾ ചിലവ് കഴിഞ്ഞ്? ചിലവ് വേറെ എന്തെങ്കിലും സമ്പത്ത്. ഒന്നുകിൽ നിങ്ങളുടെ ചിലവ് വേറെ ആരോ നടത്തി. ഇപ്പോൾ ഭാര്യമാരുടെ കൈയൊക്കെ ഉണ്ടെങ്കിൽ ഭർത്താക്കന്മാർ നടത്തും. അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഗവൺമെൻറ് ചില കമ്പനികളിലൊക്കെ ഒരു ചിലവുമില്ല, അങ്ങനെ രാഷ്ട്രപതിയുടെ ചിലവ് മൊത്തം സർക്കാർ, ഫോണിനടക്കം, എല്ലാം ചില ആളുകളുടെ ജീവനക്കാരുടെ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളുടെയൊക്കെ ഇത് മൊത്തം കമ്പനി വഹിക്കും. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ചിലവ് വേറെ ആരോ വഹിച്ചു, മകൻ്റെ ചിലവാണെങ്കിൽ വാപ്പ വഹിച്ചു, ഭാര്യയുടേതാണെങ്കിൽ ഭർത്താവ് വഹിച്ചു, അല്ലെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഈ 6 ലക്ഷം നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ കൊല്ലം കിട്ടിയ ഇപ്പോൾ ബാക്കി വേറെയും വരുമാനം നിങ്ങൾക്ക് വാടകയായിട്ടോ ശമ്പളമായിട്ടോ മറ്റ് ഗ്രാൻഡായിട്ടോ ചിലവ് കഴിയാനുള്ള വേറെ വകുപ്പ് തന്നു. കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന 6 ലക്ഷം ഈ കൊല്ലം നോക്കുമ്പോൾ 2 ലക്ഷമായി ചുരുങ്ങിയാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിൽ നിന്ന് തന്നെയാണ് ചെലവാക്കിയത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാല അലൈഹൽ ഹൗലു, അതിനൊരു വർഷം പൂർത്തിയാവുകയും ചെയ്താൽ എന്ന് റസൂൽ പറഞ്ഞ ഇവിടെ പൂർത്തിയായോ ഇല്ലേ? ഇല്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സക്കാത്ത് നിർബന്ധമല്ല. സക്കാത്ത് നിർബന്ധമല്ല എന്ന് ആരാ പറഞ്ഞേ? റസൂൽ പറഞ്ഞാണ്. 200 ദിർഹം ഉണ്ടാവുകയും എന്നിട്ട് വർഷം അപ്പോൾ ഈ 2 ഷർത്തുകൾ പാലിച്ചാൽ പിന്നെ അവിടെ ചെലവിൻ്റെ വർത്താനേ വരുന്നില്ല. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഇന്നിപ്പോൾ ഒരാളെ കയ്യിൽ 6 ലക്ഷം കിട്ടി, ഇന്നിപ്പോൾ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല, അയാൾ ഒരു വർഷം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, അങ്ങനെയാകുമ്പോൾ അയാൾ അങ്ങനെ ഇങ്ങനെയും ചിലവഴിച്ച് തീർക്കൂലേ? സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിലവഴിച്ചാരോ തീർക്കുമോ? ആവശ്യത്തിനല്ലേ മനുഷ്യൻ ചിലവാക്കുക. അനാവശ്യത്തിന് ചിലവാക്കിയാൽ അള്ളാൻ്റെ മുമ്പിൽ അതിന് വേറെ മറുപടി വരേണ്ടി വരും. എന്നുവെച്ചാൽ അയാൾ സക്കാത്ത് കൊടുത്തെന്ന് വെച്ചുകൊണ്ട് അനാവശ്യമായി ചിലവാക്കിയാൽ ഉത്തരവാദിത്തം പോവോ? ഇല്ലല്ലോ. 40 ആടായാൽ സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഒരാടിനെ തലേന്ന് പിടിച്ച് അറുത്ത്, ഒരാൾക്ക് അങ്ങനെ ചെയ്യാലോ. അർത്ഥം അയാൾ സക്കാത്ത് കൊടുക്കണ്ടേ? 39 കൊടുക്കണ്ടല്ലോ. പക്ഷെ അയാൾ എന്തിനാ അർത്ത്? ഒഴിവാകാൻ വേണ്ടിയിട്ട്. അതെ. അപ്പോൾ ഇതാണ് സക്കാത്ത്. ഈമാനുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഈമാൻ കാര്യം ഇസ്ലാം കാര്യം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരാളുടെ ഇസ്ലാം കാര്യത്തിൽ ഒന്നാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. ഇത് കൊടുക്കുന്നത് സദഖത്തു ബുർഹാനുൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊരു തെളിവാണ്. അതിനെപ്പറ്റി വിശദീകരിക്കുന്നത് അയാൾക്ക് ഈമാൻ ഉണ്ട് എന്നുള്ളൊരു തെളിവാണ്. രോഗിക്ക് നോമ്പ് നിർബന്ധമില്ല എന്ന് വിചാരിച്ച് രോഗം ഉണ്ടാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ 4ാമത്തെ നിബന്ധന നമാ ആണ്. അതായത് വളർച്ചയുള്ളത് എന്നാണ് നമാവിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ വരുമാനമുള്ളതോ വരുമാനത്തിനുള്ളതോ വരുമാനമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതോ ആകുക എന്നുള്ളതാണ് വളർച്ച എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ആട് പെറ്റി വരുമല്ലോ, വരുമാനമാണ്. കൃഷി വളരുന്നതാണല്ലോ. ഇപ്പോൾ ഫ്രൂട്ട് കൃഷി ചെയ്ത് ഒരു മാവ് കൃഷി ചെയ്യുന്ന ഒരാളാണ്, മാവ് ഇങ്ങനെ വലുതാവില്ലേ. തെങ്ങ് കൃഷി ചെയ്യണം, തേങ്ങ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമല്ലോ. ഇതാണ് വളർച്ച എന്ന് പറഞ്ഞാൽ. ഒന്നുമില്ല, സ്വയം വളരുക, അല്ലെങ്കിൽ വളർത്താൻ പറ്റിയതാവുക. ഉദാഹരണമായിട്ട് നിങ്ങളുടെ അടുത്ത് 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അതിങ്ങനെ വെച്ചോണ്ടിരുന്നാൽ ഡെഡായി കിടന്നാൽ അത് അതേപോലെ മൂല്യം കുറഞ്ഞു പോകല്ലേ, ആർക്കും ഉപകാരം ഉണ്ടാവില്ലല്ലോ. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ബിസിനസ്സിൽ ഇറക്കണം. ഇറക്കാതെ എന്നാൽ നിങ്ങൾക്ക് ഉപകാരമില്ല, ബാക്കിയുള്ളവർക്ക് ഉപകാരമില്ല. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണം. ഒരു ഫൈന് പോലെ. ആർക്കും ഒരു മൂല്യമുള്ള വികസിപ്പിക്കാവുന്ന വരുമാനമുണ്ടാക്കാവുന്ന ഒരു സംഖ്യ നിങ്ങളുടെ കൈവശം ഉണ്ടായി, നിങ്ങളത് ആ ക്യാഷിൻ്റെ ഡ്യൂട്ടി എന്താണ്? സാമ്പത്തിക പുരോഗതിയിൽ പങ്കുവഹിക്കുക എന്നുള്ള. അതിന് ആ പണിയെടുക്കുന്നതിൽ നിന്ന് ക്യാഷ് മുടക്കിയിടുകയാണ്, ആർക്കും ഉപകാരമാതെ. അപ്പോൾ അതിന് സക്കാത്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഈ 4 നിബന്ധനകൾ. ഏത് സമ്പത്തും ഇത് 4 നിബന്ധനകൾ വെച്ച് നോക്കിയാൽ മതി. ഒരാൾ താമസിക്കുന്ന വീട് 1 കോടി ഉറുപ്പ്യ ചെലവഴിക്കുന്ന വില മതിക്കുന്ന വീടാന്ന് ചോദിക്കാൻ അതിന് സക്കാത്ത് കൊടുക്കണം. ഇല്ല, അതിനും വളർച്ച ഇല്ലല്ലോ. അതാണ് അത് വരുമാനത്തിനുള്ളതല്ല.
ഒരാൾ ഉപയോഗിക്കുന്ന വാഹനം 10-50 ലക്ഷം ഉറുപ്പ്യ വില പിടിപ്പുള്ള വാഹനമാണ്. ബെൻസ് കാറാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 10-35 ലക്ഷം ഉറുപ്പ്യ ഇന്നോവ കാർ. അയാൾക്ക് മക്കൾക്കും യാത്ര ചെയ്യുന്ന ആ വാഹനത്തിന് സക്കാത്തില്ല. പിന്നെ ആ വാഹനം വേണമെങ്കിൽ വളർച്ചയുള്ളതാക്കാം, വാടക കൊടുത്തിട്ട് അങ്ങനെ. അതെ, അപ്പൊ അതിന്റെ അർത്ഥം അയാൾ ഉപയോഗിക്കുന്നതല്ല. ഒരാൾക്ക് 100 ഏക്കർ ഭൂമിയുണ്ട്, ഒരു നയാ പൈസ വരുമാനമില്ല, കൃഷി ചെയ്യാൻ വേണ്ടി പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് കൃഷിയും നടക്കുന്നില്ല, അല്ലെങ്കിൽ കൃഷി ഭയങ്കര നഷ്ടമാണ്, അല്ലെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ആ പറമ്പിനാൾ സക്കാത്ത് കൊടുക്കണ്ട, ആ പാടത്തിനാൾ സക്കാത്ത് കൊടുക്കണ്ട. അതിൽ കൃഷി ചെയ്ത് കൃഷി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കി ബിൽഡിങ്ങിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ അയാൾ ആ ഭൂമി വിൽക്കുന്ന സമയത്ത് ആ ഭൂമി വിൽക്കുമ്പോൾ പൈസക്കാണ് സക്കാത്ത്. വിറ്റ ഉടനല്ല. അപ്പം നേരത്തെ പറഞ്ഞ 1 വർഷം കഴിയും. അതെ. ഇനി വർഷം പൂർത്തിയാവുക എന്ന് പറഞ്ഞപ്പോൾ ചാന്ദ്ര വർഷമാണെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പൊതുവെ ബജറ്റൊക്കെ കണക്കാക്കുമ്പോൾ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ ടു ഏപ്രിൽ ഇങ്ങനെയൊക്കെയാണ് കണക്കാക്കുക. ഒരാൾ അങ്ങനെ സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. പക്ഷെ അപ്പോൾ 2.5% എന്നത് എന്താക്കണം? 2.57% എന്നാക്കണം. അങ്ങനെ ആകുമ്പോൾ കൃത്യമായിക്കോളും. ഈ മാസം നമ്മുടെ കലണ്ടർ അനുസരിച്ച്. അതെ അതെ. ഇത് ഇപ്പോൾ ഈ വർഷം പൂർത്തിയാകുന്നതാണല്ലോ ചോദ്യം ഉണ്ടായത്. ഒരാൾ കിട്ടിയ ഉടനെ കൊടുക്കുന്ന വെച്ച് കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ ഇന്നൊരു 10 ലക്ഷം ഉറുപ്പ്യ കിട്ടി, 25,000 ഉറുപ്പ്യ ഞാൻ ഇന്നാണ് സക്കാത്ത് കൊടുത്ത്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാക്കി 9,75,000 എൻ്റെ കൈവശം ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഈ സമയത്ത് അതിന് സക്കാത്ത് വേറെ കൊടുക്കണം. അതെ അതെ അതെ. വർഷം പൂർത്തിയാകുന്നതിൻ്റെ സക്കാത്ത് അപ്പോൾ വേറെയും കൊടുക്കണം. അത് അള്ളാന്റെ റസൂല് പറഞ്ഞത് 1 വർഷം കഴിഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോഴാണ് നിർബന്ധമാകുക എന്നുള്ളത്. അപ്പോൾ ഈ മനുഷ്യന്റെ സ്വാഭാവികമായ ചെലവ് ഇതിൽ നിന്ന് കഴിഞ്ഞതാണെങ്കിൽ അതിന് ചെലവ് കഴിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ചെലവ് കഴിയുമ്പോഴാണല്ലോ അയാളെ കയ്യിൽ സംഖ്യ ബാക്കി ഉണ്ടാവുക. സക്കാത്ത് ഇൻകം ടാക്സ് അല്ല, വെൽത്ത് ടാക്സ് ആണ്. ഇൻകം ടാക്സ് നിങ്ങൾ എത്രയാണോ ശമ്പളം വാങ്ങണത് ആ ശമ്പളത്തെ 12 കൊണ്ട് ഗുണിച്ചിട്ട് അതിൻ്റെ 2.5% അല്ല ഇത്ര ശതമാനം ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ശതമാനം. നിങ്ങൾ എന്ന് വെച്ചാൽ മാസത്തിൽ 20,000 ഉറുപ്പ്യ ചിലവുള്ള ഒരു പ്രാരാബ്ധമുള്ള ഒരാൾ വാങ്ങുന്ന ശമ്പളവും കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ വാങ്ങുന്ന ശമ്പളവും ഒന്നാണെന്ന് വിചാരിക്കുക. ഇൻകം ടാക്സ് രണ്ടാക്കും ഒരേ മാതിരിയാണ്. ഇസ്ലാം അങ്ങനെയല്ല, അതൊരു നീതിയല്ലല്ലോ. അതാണ് ഈ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ നമുക്ക് ആളുകൾ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് പോലെ കണക്കൂട്ടി. ഇസ്ലാം അങ്ങനെ ആക്കിയില്ല. ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങളും ഓരോ മനുഷ്യൻ്റെയും അവരവരുടേതായ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചു കൊണ്ടാണ് ഇസ്ലാം. അതാണ് നീതി യുക്തിയും. 4 മക്കളും പ്രായവും രോഗവുമായ മാതാപിതാക്കളും വലിയ എക്സ്പെൻസീവ് ഉള്ള വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന മക്കളൊക്കെ ഉള്ള ഒരാൾ അയാൾ വാങ്ങണ വലിയ ശമ്പളമായിരിക്കും. ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരു IT ഇതിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ ശമ്പളം വാങ്ങുന്നുണ്ടാവും. ചിലവ് കുറവായിരിക്കും. ചിലവ് ചിലപ്പോൾ ഉണ്ടാകുന്നില്ല, അതും കമ്പനി വഹിക്കുന്നേ. ഇതിൻ്റെ എല്ലാം ഇത് ഒരേ മാതിരി അല്ലല്ലോ. അപ്പോൾ ഇയാൾ പറഞ്ഞ ഈ 2 നിബന്ധന വെച്ചാൽ ഇവരോടൊക്കെ നീതി പാലിക്കുന്നതായിട്ട്. സക്കാത്ത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് പറഞ്ഞത്. ഇസ്ലാമിൽ സക്കാത്തിന്റെ ഒരു നീതി എത്ര സൂക്ഷ്മമായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. ഒരു വീട് പണി എടുക്കുന്ന ഒരാളാണെന്ന് കൂട്ടുക, അയാൾക്കിപ്പോൾ മാസം 1 ലക്ഷം ശമ്പളം ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾ വീടിന് ഈ മാസത്തെ ശമ്പളം വാങ്ങി 2 മാസം 3 മാസത്തെ ശമ്പളം വാങ്ങിയിട്ട് തറ കെട്ടി, പിന്നെ 3 മാസത്തെ ശമ്പളം കെട്ടി ചുമര് കെട്ടി. ഇങ്ങനെ അയാൾ അപ്പോൾ 1 വർഷം നോക്കുമ്പോൾ അയാൾക്ക് പൈസ തന്നെ ഉണ്ടാവില്ല, ചിലപ്പോൾ കടമായിരിക്കും. ശമ്പളം 1 വർഷം കണക്കൂട്ടുമ്പോൾ സക്കാത്ത് നിസാബ് അതിൽ അപ്പുറമൊക്കെ എത്തിയിട്ടുണ്ടാവും. വെച്ചാൽ പിന്നെ 1 ലക്ഷം 1 മാസം ശമ്പളം വാങ്ങുകയാണെങ്കിൽ 12 മാസത്തേക്ക് 12 ലക്ഷം ഉണ്ടാവും. അതെ അതെ. അപ്പം ഇതിലെ ഒരു ചെറിയ സംശയം ഉന്നയിക്കാറുള്ളത് ചെലവ് എന്നുള്ളത് എന്തിനെയാണ് ആസ്പദമാക്കിയിട്ടായിരിക്കും ഇപ്പം ഉണ്ടാവുക. അപ്പം ചെലവ് പല രീതിയിൽ ചിലവാക്കാം പൈസ. അല്ല, അതാണ് ചെലവ് എന്നുള്ളൊരു വർത്താനം അവിടെ പറയണ്ട. നിസാബ് തികഞ്ഞ എമൗണ്ട് വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചെലവ് അതിൽ പെട്ടു. പിന്നെ ചെലവ് ചെയ്യണമെന്ന് വേറെ പറയണ്ടില്ല. അതുകൊണ്ട് തന്നെ മദ്ഹബിൻ്റെ കിതാബുകളിലും ഫുഖഹാക്കൾ വിശദീകരിച്ചതും ആധുനിക ഫുഖഹാക്കൾ വിശദീകരിച്ചെടുത്തൊന്നും ഇതങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റൂല. ഹനഫി മദ്ഹബിൻ്റെ കിതാബുകളിൽ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചമുണ്ടാവുക എന്ന ഒരു ഷർത്ത് ചില ഫുഖഹാക്കൾ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഷെയ്ഖ് ഖർദാവി അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹുസ് സക്കാത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചമുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഷെയ്ഖ് അവിടെ വിശദീകരിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാളുടെ വസ്ത്രം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ചികിത്സ തുടങ്ങി ഒഴിച്ചുകൂടാൻ പറ്റാത്ത
ചെലവുകളാണ് ആ പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ നിർണ്ണയിക്കാൻ വലിയ പാടാ. ഇപ്പോൾ മാസത്തിൽ 5 ലക്ഷം ശമ്പളം വാങ്ങുന്ന ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. അയാൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സക്കാത്ത് കൊടുക്കുക എങ്ങനെയാണ്? ഏതായി അടിസ്ഥാന ചെലവ് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു നല്ലൊരു വാഹനം വാങ്ങിച്ചു, അത് അടിസ്ഥാന ചിലവാണ്. അപ്പോൾ അയാളോട് നമുക്ക് പറയാം നിങ്ങൾക്ക് ഓട്ടോറിക്ഷയും വാങ്ങാനും അല്ലെങ്കിൽ ഒരു ബൈക്ക് മതിയേനും. അപ്പോൾ ഇതൊക്കെ നിർണ്ണയിക്കലും കുറ്റപ്പെടുത്തലൊക്കെ വലിയ പാടാണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇത് വളരെ എളുപ്പമാണ്. ഫുഖഹാക്കൾ പറഞ്ഞത് റസൂൽ പഠിപ്പിച്ചു മാത്രമാണ് വെച്ച് നോക്കിയാൽ നിസാബ് തികഞ്ഞു ഈ കൊല്ലം നോക്കുമ്പോൾ. അപ്പോൾ ഒരു ഡോക്ടർ, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ അയാൾ കഴിഞ്ഞ റമദാനിൽ സക്കാത്ത് കൊടുത്തു. ഈ റമദാൻ നോക്കുമ്പോൾ അയാളുടെ ബാങ്കിൽ ഇത്ര ലക്ഷമുണ്ട്, അയാൾക്ക് കിട്ടാൻ ഇത്ര ലക്ഷമുണ്ട്, മൊത്തം 10 ലക്ഷം. അതിൻ്റെ 2% 25,000 കൊടുത്താൽ മതി. വളരെ എളുപ്പമാണ്. എല്ലാ കൊല്ലവും അങ്ങനെ തന്നെ. അതേപോലെ തന്നെ ഒരാൾക്ക് സക്കാത്തിനുള്ള നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷത്തിലേറൊക്കെ പൈസ ഒരാളെടുത്തുണ്ട്, കാശായിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് കുറച്ച് ഒരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തിന് കുറച്ച് കുറച്ച് പണം അവിടെ ഇവിടെ കൊടുക്കാനുണ്ട്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ അയാൾ സക്കാത്ത് കൊടുക്കാനോ വേണ്ടത്? അതല്ല, അതെ, കൊടുക്കാനുള്ള കടം 2 രൂപത്തിലാണ്. ഒന്ന്, കൊടുക്കാനുള്ള കടത്തിന് തുല്യമായ മുതൽ ഇവിടെ ഉണ്ടാകുക. അപ്പം അതിൻ്റെ അർത്ഥം അയാൾ കടക്കാരനല്ല. എന്ന് വെച്ചാൽ 10 ലക്ഷം കൊടുക്കാനുണ്ട്, ആ കൊടുക്കാനുള്ളതിന് ഒരു കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക. അയാൾ 2 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാനുണ്ട്. എങ്ങനെ കൊടുക്കാനുള്ളത്? ഷോപ്പിലേക്ക് സാധനം പർച്ചേസ് ചെയ്തപ്പോൾ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് തുല്യമായ സംഖ്യ ഇവിടെ എന്തുണ്ട്? സംഖ്യക്ക് മുതലുള്ള ചരക്കുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അയാൾ ഈ 2 ലക്ഷം ഉറുപ്പ്യ ലെസ് ചെയ്യണോ ലെസ് ചെയ്യണ്ടേ എന്നൊരു ചോദ്യം വരുമല്ലോ. എന്നുവെച്ചാൽ മൊത്തം അയാൾ കച്ചവട സ്ഥാപനത്തിൽ കണക്ക് കൂട്ടിയപ്പോൾ ഒരു ചെരുപ്പ് കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക. ചെരുപ്പ് കടയിൽ മൊത്തം ചെരുപ്പ് സ്റ്റോക്ക് എടുത്ത് നോക്കുമ്പോൾ 10 ലക്ഷം ഉറുപ്പ്യുണ്ട്. പക്ഷേ 2 ലക്ഷം അയാൾ ഹോൾസെയിലായിട്ട് എടുത്ത വകയിൽ അവർക്ക് കൊടുക്കാനുള്ളതാണ്. അത് അയാൾക്ക് എന്ത് ചെയ്യാം? 8 ലക്ഷം ആക്കാം. ഇത് ലെസ് ചെയ്യാം. ലെസ് ചെയ്തിട്ട് 8 ലക്ഷത്തിന് സക്കാത്ത് കൊടുത്താൽ മതി. അങ്ങനത്തെ ഇത് ആ രീതിയിലാണ്. എന്നാൽ ഒരാളൊരു സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു 5 ലക്ഷം ചിലവാക്കി, അല്ലെങ്കിൽ 10 ലക്ഷം ചിലവാക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ അയാളെ ബാങ്കിൽ 10 ലക്ഷം വേറെയുണ്ട്. അപ്പോൾ അയാൾ പറയാം ഞാൻ 10 ലക്ഷം കൊടുക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ 10 ലക്ഷത്തിന് ബാങ്കിലുള്ള 10 ലക്ഷം സക്കാത്ത് ഒഴിവാവില്ല. കാരണം എന്താ? ആ 10 ലക്ഷത്തിന് ബദൽ അയാളുടേതായിട്ട് ഇവിടെ ഉണ്ട്. ഇത് സംഖ്യയായിട്ടില്ലെങ്കിലും മുതലായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അയാൾ ആ 10 ലക്ഷത്തിന് 25,000 രൂപ സക്കാത്ത് കൊടുക്കണം. 10 ലക്ഷത്തിൻ്റെ സക്കാത്ത് സാധാരണ കടമുണ്ട് എന്നതുകൊണ്ട് അത് ഒഴിവായി പോവില്ല നേരത്തെ. കാരണം ഇത് ഇയാളുടെ സ്വന്തമാണ് ഈ മുതൽ. അതിന് തുല്യമായ ഇപ്പം സാർ പറഞ്ഞ പോലെ ഈ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് എപ്പോഴും പറയാറുണ്ട്, ചോദിക്കാറുണ്ട്. അതിലിപ്പോൾ ഒന്നാണ്, ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒന്നിച്ച് കൂടി. പിന്നെ കടത്തിൻ്റെ ഒന്നും കൂടി പറയാം. ഇപ്പോൾ ചില വാഹനങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ ഒരാൾ. വാഹനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ഒരു 20 ലക്ഷത്തിൻ്റെ ഒരു വാഹനമാണ് വാങ്ങിച്ചതെന്ന് വിചാരിക്കുക. ഈ 15 കൊല്ലം കൊണ്ട് വീട്ടിയാൽ മതി ഇതിൻ്റെ കടം. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ ഓരോ കൊല്ലത്തെയും എത്രയാണോ അതേ എനിക്ക് ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. മൊത്തമുള്ള കടമല്ല. കാരണം ഇഷ്ടംപോലെ സമയമുണ്ട്. ഈ വർഷം എത്രയാണോ അയാൾ കൊടുക്കേണ്ടത് അത് ഇതിന് ലെസ്. അപ്പം അതുപോലെ ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻ ചോദ്യങ്ങൾ വരാറുണ്ട്. അതിലൊന്നാണ് ഒരുപാട് ആളുകൾ ഒന്നിച്ച് കൂടിയിട്ടാണ് ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷെയർ ഒരുപാട് ആളുകൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ മേൽനോട്ടം ഞാനാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഈ ഷെയർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ, ഷെയറുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ വിഹിതം അവർക്ക് മാസം മാസം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരതിൻ്റെ സക്കാത്ത് കണക്ക് കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാണ് പിന്നെ സക്കാത്ത് കണക്ക് കൂട്ടേണ്ടത്? അതിലിപ്പോൾ കൃത്യമാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റാണെന്ന് വിചാരിക്കുക. 4 ആൾ അതിൽ ഷെയറാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഷെയർ നോക്കുമ്പോൾ ചിലപ്പോൾ നിസാബ് തികഞ്ഞോണമെന്നില്ല. ഉദാഹരണമായിട്ട് 50, 100 ആളുകൾ ഷെയർ കൂടിയിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തരുടേതും ഓരോ ലക്ഷമാണെങ്കിൽ 1 ലക്ഷം തന്നെ നേരത്തെ പറഞ്ഞ സ്വർണത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ നിസാബ് തികയില്ല. വെള്ളീൻ്റെ ആണെങ്കിൽ എങ്കിലും മൊത്തം 50 ലക്ഷത്തിൻ്റെ ആസ്തി ഇതിലുണ്ട്, ചരക്കുകളും സ്റ്റോക്ക് എടുത്തപ്പോൾ.
50 പേരാണ് ഷെയർ. ഓരോരുത്തർ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ എല്ലാ മുസ്ലിങ്ങളാണെങ്കിൽ ഇതിനെല്ലാത്തിനെയും ഒരു യൂണിറ്റായി പരിഗണിക്കുക. എന്നിട്ട് 50 ലക്ഷത്തിൻ്റെയും സക്കാത്ത് ഒറ്റക്ക് കൊടുക്കുക, ഒന്നിച്ച് കൊടുക്കുക. സക്കാത്ത് കൊടുത്തതിൻ്റെ ശേഷം ലാഭവിഹിതം ഷെയർ ഹോൾഡേഴ്സിന് വിതരണം ചെയ്യുക. അങ്ങനെ ആക്കണം ശരിക്കും. ഇനി അങ്ങനെ ആക്കുന്നില്ല എന്ന് വിചാരിക്കുക, ഓരോരുത്തർ കൊടുത്തോളി എന്നാണ് പറയുന്നതെങ്കിൽ ഈ 50 ലക്ഷം ബിസിനസ് സ്ഥാപനത്തിൽ മുടക്കിയ 50 ആളുകളും അവരുടെ ലാഭം കിട്ടുമല്ലോ, ആ ലാഭത്തെ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഈ കമ്പനിയിൽ നിന്ന് ലാഭവും കിട്ടി, അല്ലെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ലാഭവും കിട്ടി, ഷെയറിൽ നിന്ന് ലാഭവും കിട്ടി, അയാൾക്ക് ശമ്പളം വാങ്ങിച്ചില്ലെങ്കിൽ അയാൾ ബാങ്കിൽ അയാളുടെ കൈവശം ഒരു 10 ലക്ഷം ഉറുപ്പ്യുണ്ട്. ഇതിൽ നിന്ന് ഇങ്ങനെ 2 ലക്ഷം അയാളുടെ വിഹിതമായിട്ട് ലാഭവിഹിതമായിട്ട് കിട്ടിയാൽ 12 ലക്ഷത്തിന് അയാളാണ് സക്കാത്ത് കൊടുത്താൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാപനം തന്നെ സക്കാത്ത് കൊടുത്തതിൻ്റെ ശേഷമാണ് ലാഭം തരുന്നതെങ്കിൽ പിന്നെ അയാൾ അതിന് വീണ്ടും കൊടുക്കേണ്ടില്ല. ഒരു മുതലിന് ഒരു പ്രാവശ്യമേ സക്കാത്ത് കൊടുത്തൊരു മുതലാണ് ഇയാൾക്ക് ലാഭമായിട്ട് കിട്ടുന്നത് എങ്കിൽ പിന്നെ ആ ഇതിന് സക്കാത്ത് കൊടുക്കണ്ട, ഒരു വർഷം കഴിഞ്ഞാലല്ലാണ്. അപ്പൊ നേരത്തെ പറഞ്ഞത് ഈ മുസ്ലിങ്ങളാണ് മുഴുവനുള്ളത് എങ്കിൽ ഓക്കെ. മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ ആ മുസ്ലിങ്ങളും ചിലപ്പോൾ അങ്ങനത്തെ കമ്പനിയൊക്കെ ആകുമ്പോൾ അപ്പം നല്ലത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ മാത്രം വീതിക്കുന്നതിന് മുമ്പ് സക്കാത്ത് അങ്ങനെ കൊടുക്കാം. ചിലപ്പോൾ അങ്ങനെയും പറ്റിക്കൊള്ളണമെന്നില്ല, നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെ ആകുമ്പോൾ ഇവർ വാങ്ങിച്ച ആളുകൾ അവരുടെ കൂടെ അവർക്ക് വേറെ സംഖ്യകളുണ്ടെങ്കിൽ, മുതലുണ്ടെങ്കിൽ, വരുമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്തിട്ട് 2% കൊടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഒരാൾക്ക് അങ്ങനെ ആകാലോ, അയാൾക്ക് ആകെ ജീവിക്കാൻ ഇതിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് സൂപ്പർ മാർക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ സ്വന്തം നിലക്ക് അത് നിസാബ് തികയെങ്കിലേ സക്കാത്ത് കൊടുക്കണ്ട, അല്ലെങ്കിൽ കൊടുക്കണ്ടില്ല. അപ്പം ഇപ്പം അതിൽ നമ്മളിത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, ഇത് അദ്ദേഹമാണോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സക്കാത്ത് കൊടുക്കേണ്ടത്? അത് മൊത്തം നിയമാവലിയും അതിൻ്റെ എഗ്രിമെൻ്റ് ഒക്കെ അനുസരിച്ച് അങ്ങനത്തെ ഇന്നാളെ കൊടുക്കാവുന്നൊന്നുമില്ല, സക്കാത്ത് കൊടുത്തിരിക്കണം എന്നേ ഉള്ളൂ. അല്ല അതെ, സ്ഥാപനത്തിൻ്റെ തന്നെ വ്യവസ്ഥ കമ്പനി കൊടുക്കണമെന്നാണെങ്കിൽ, അവർ കൊടുക്കണമെന്നാണെങ്കിൽ അത് ഉത്തരവാദപ്പെട്ട ആളാണ് അതിന് ഉത്തരവാദിത്വം ഉണ്ടാകുക, കമ്പനിയാണ് കൊടുക്കുക. അപ്പൊ അല്ല ഇവർക്ക് കൊടുത്തിട്ട് ലാഭത്തിൽ നിന്നാണ് സക്കാത്ത്, ലാഭത്തിൽ നിന്ന് ഇവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ ഷെയർ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അവര് പറയണം നിങ്ങൾ ഇതിന് സക്കാത്ത് കൊടുക്കണ്ട, നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ അല്ലെങ്കിൽ എന്ത് പറയണം, ഇതിന്റെ സക്കാത്ത് കൊടുത്തിട്ടില്ല, നിങ്ങളുടെ സക്കാത്ത് നിങ്ങൾ കൊടുത്തേക്കണം. കാര്യം ഓരോ ഷെയർ ഹോൾഡറും ആണ് ഉറപ്പ് വരുത്തേണ്ടത്. അതെ അതെ, ആ രീതി കൊടുക്കും. അപ്പോൾ അതുപോലെ വേറൊരു ചോദ്യം എന്താ വെച്ചാൽ സക്കാത്തുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ളത്, ഇപ്പോൾ ഒരു ഉപ്പൻ്റെ കയ്യിൽ ആ ഉപ്പ മകൾക്ക് കുറേ സ്വർണം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, മകളുടെ വിവാഹം കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ മകളെടുത്താണ് സ്വർണ്ണമൊക്കെ ഉള്ളത്. ഉപ്പാൻ്റെ കയ്യിൽ സ്വന്തമായി കയ്യിലുള്ള സ്വത്തുണ്ടല്ലോ, ആ സ്വത്തിൽ കണക്ക് കൂട്ടുമ്പോൾ സക്കാത്തൊന്നുമില്ല. പക്ഷേ മകളുടെ കയ്യിലുള്ള ഈ സ്വർണം കൂടെ കൂട്ടുകയാണെങ്കിൽ സക്കാത്ത്. ഇത് സാധാരണ പലരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഉമ്മാക്കും പൊമ്മക്കും കൂടി 50 പവനുണ്ട്, ഓരോ മകളെ കയ്യിലും 40 പവനേ ഉള്ളൂ. അപ്പോൾ 50 പവനാണോ സക്കാത്ത് കൊടുക്കേണ്ടത്? അതല്ല ഈ പറയുന്ന ഇവർക്ക് ഓരോരുത്തർക്കാക്കി വീതിച്ചാൽ? അപ്പോൾ അവിടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഉടമസ്ഥൻ ആര് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ അതാ പറഞ്ഞത്. ഇപ്പം ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിക്കുമ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വർണം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു 10-15 പവനുണ്ട് എങ്കിൽ ഈ 15 പവനും ഞാൻ സക്കാത്ത് കൊടുക്കണം എല്ലാ കൊല്ലവും. ഓളെ കല്യാണം കഴിയണ വരെ എൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്, എൻ്റെ മുതലായിട്ടാണ് ഉള്ളത്, ഞാൻ സക്കാത്ത് കൊടുക്കണം. അതിൻ്റെ പൂർണ്ണമായ മിൽക്കിയത്ത് എനിക്കാണ്. ഇനി ഞാൻ ഓക്കാണ് കൊടുത്ത്, ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ നേരത്തെ എനിക്ക് ചിലപ്പോൾ വാങ്ങി തന്നാൽ പറ്റിക്കോണമെന്നില്ല, എനിക്കുള്ള സ്വർണ്ണമൊക്കെ ഞാൻ അപ്പം തന്നെ മേടിച്ചു തരാം. ഓക്കാണ് കൊടുത്ത്, അത് ഓളുടേതാണ്. അപ്പോൾ മോളെ ഇതെന്താ, ഇതെൻ്റെ ഒപ്പം എനിക്ക് മേടിച്ചു തന്നാണ്. അപ്പോൾ ആരുടേതാ മിൽക്കിയത്ത് അവളുടേതാണ്, ഉടമസ്ഥാവകാശം അവൾക്കാണ്. ഉപ്പ കൊടുത്തു. അവൾ അത് അണിയുന്നൊന്നുമില്ല, സ്റ്റോക്ക് ചെയ്തിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ എങ്കിൽ അവളാണ് അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി അണിയാണ് വാളയും മാലയൊക്കെ ആയിട്ട് അണിഞ്ഞു നടക്കുന്നതാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ട എന്നാണ് ഭൂരിപക്ഷം ഫുഖഹാക്കളുടെയും വീക്ഷണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇത്ര ഗൗരവമുള്ള അല്ലാഹുവും പ്രവാചകനും അപ്പോൾ പറഞ്ഞ മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ ആരാണ് മാലിക്ക്, ഉടമസ്ഥൻ ആരാണോ അയാളാണ് സക്കാത്ത്. ഉടമസ്ഥൻ്റെ കൈവശം അത് വേറെ ആർക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചാലും ഉടമസ്ഥൻ അയാളുടെ കൈവശം മിൽക്കിയത്തിൽ ഉണ്ടെങ്കിൽ നിസാബ് തികയുന്നതോടുകൂടി
ഇനി സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത ആ ഉടമസ്ഥനായി തീർന്നു. മകളുടെ കയ്യിലാണ് ഉടമസ്ഥാവകാശം ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ മകൾ കൊടുക്കണം. ഉപ്പാക്ക് ഇപ്പൊ അതെടുത്ത് വിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയ്ക്കാണെങ്കിൽ ഉപ്പന്നെയാണ് അതിന്റെ സക്കാത്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഇതിൽ അതുപോലെ തന്നെ ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായി, എന്നിട്ട് അദ്ദേഹം അതിന്റെ നിസാബത്തി നേരത്തെ പറഞ്ഞ പോലെ 1 വർഷം കഴിഞ്ഞു എല്ലായി, അത് പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു ഈ കൊടുക്കാതെ, സക്കാത്ത് കൊടുക്കാതെ. എന്നാൽ പിന്നെ അതിന്റെ മക്കൾക്ക് അതിന്റെ അനന്തരാവകാശം വീതിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഈ സക്കാത്ത് അയാളുടെ സ്വത്തിൽ നിന്ന് മാറ്റിവെക്കുകയാണ്. ഉദാഹരണം ബാങ്കിൽ ഒരു 10 ലക്ഷം ഉറുപ്പ്യുള്ള ഒരാൾ മരിച്ചുപോയി, സക്കാത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ 25,000 രൂപ മക്കളോ ആരാണോ അനന്തരാവകാശികളായിട്ട് അവർ ഈ 25,000 ഉറുപ്പ്യ സക്കാത്ത് ഇനത്തിൽ മാറ്റിവെച്ച് അതിൻ്റെ അവകാശികൾക്ക് കൊടുത്ത് 9,75,000 അനന്തരാവകാശികൾക്ക് കൊടുക്കുക വസിയത്തില്ലെങ്കിൽ. അപ്പോൾ അത് കടമുള്ള പോലെ തന്നെയാണ്. അള്ളാഹ്ക്കുള്ള കടാണ് വീട്ടാൻ ഏറ്റവും ഗൗരവത്തിൽ ചെയ്യേണ്ടത് എന്നാണ് പലരും അശ്രദ്ധമായിട്ട് അനന്തരാവകാശമായതോടുകൂടി സ്വന്തം ആ രീതിയിലുള്ള വിതരണം ചെയ്യലാണ്. ഇത് അന്വേഷിക്കുക പോലും ചെയ്യാതെ അത് വലിയൊരു അബദ്ധമാണ്. ആർക്കെങ്കിലും കാശ് ഉപ്പ തരാണ്ടെങ്കിൽ മക്കളായിട്ട് ബന്ധപ്പെടണം എന്നൊക്കെ പള്ളിയിൽ നിന്ന് അനൗൺസ് ചെയ്യും. ജക്കാത്തിന്റെ കാര്യം അനങ്ങൂല. അത് വലിയൊരു അപകടമുള്ള കാര്യമാണ്. അതെ അതെ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ സക്കാത്ത് നേരത്തെ പറഞ്ഞല്ലോ 1 വർഷം തികയുക എന്നുള്ളത് വ്യത്യസ്തം. പല ആളുകൾക്കും പല സമയമായിരിക്കും ആ വർഷം തികയുക. അപ്പൊ അത് പലപ്പോഴും ഒരാൾ ജോലി പ്രവേശിക്കുന്നത് ജനുവരിയിലാകാം, ഫെബ്രുവരി, അങ്ങനെ ആയിരിക്കുമല്ലോ. ഒരാൾക്ക് ശമ്പളം കിട്ടി, ജോലി പ്രവേശിച്ച ശമ്പളം കിട്ടാത്തവരുണ്ട്, കുറെ കഴിഞ്ഞിട്ടായിരിക്കും ശമ്പളം കിട്ടുന്നത്. അപ്പൊ ആ നിസാബത്തിലും അതുപോലെ തന്നെ ഈ വർഷം തികയലും അത് പലർക്കും പല രീതിയിലായിരിക്കും, പല സമയങ്ങളിലും കൃത്യമായ ഒരു ഇതില്ല. അത് പലപ്പോഴും പക്ഷെ ഈ റമളാനിലേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, സക്കാത്ത് കൊടുക്കുക റമളാനിൽ എന്നുള്ള. അതെന്താ വെച്ചാൽ പണ്ട് കാലത്ത് ഈ 27-ാം രാവും 27-ന്റെ പകലും പിന്നെ ആളുകൾ ഇന്ന് സക്കാത്തിൻ്റെ ദിവസമാണ് നടുങ്ങാട് ഇങ്ങനെ ഏരന്ന് നടക്കുന്ന കുറേ ഏരപ്പാളികളുടെ സമുദായമായിരുന്നു ഒരു കാലത്ത്. ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് സക്കാത്തായിട്ടിട്ട് കൊടുക്കൂല, എന്തെങ്കിലും ചില്ലറ തുട്ടുകളാക്കിയിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക, വരുന്നവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുക. അത് സക്കാത്ത് കൊടുത്തു എന്നുള്ള പറഞ്ഞ് സായുജ്യാടിയും മുതലാളിമാർ ഞങ്ങൾക്ക് സക്കാത്ത് കിട്ടി എന്നുള്ള അർത്ഥത്തിൽ മറ്റോലും സംതൃപ്തി അടിയുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് സക്കാത്തും റമദാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ കൈവശം നിസാബ് തികയുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ അയാളുടെ സക്കാത്ത് വർഷം ആരംഭിക്കും. അത് ഓരോരുത്തർ സമയത്തായിരിക്കും. 1 വർഷം പൂർത്തിയാവുന്നതോടുകൂടി അവന്റെ നിർബന്ധമായി. അത് പിന്നെ നീട്ടി വെച്ചിട്ട് അതിന്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതുപോലെ തന്നെ ഈ നമ്മൾ ഒരുപാട് ചില ഈ ബിസിനസ്സുകാരൊക്കെ എപ്പോഴും ചോദിക്കുന്നത് ഒരുപാട് പൈസ കിട്ടാനുണ്ടാവും, അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും കിടക്കുന്നത്. ആ കടത്തിന് നമ്മൾ കിട്ടാനുള്ള സംഖ്യ ഉണ്ടോ, ആ സംഖ്യക്ക് നമ്മൾ പണ്ഡിതന്മാര് അതൊക്കെ വളരെ കൃത്യമായി കിട്ടാനുള്ള കടത്തെ 2 ഇനമായി പിന്നെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ദൈനുൻ മർജുവുൽ അദായി, മറ്റൊന്ന് ദൈനുൻ ഗൈറു മർജുവിൽ അദായി. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള കടവും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത കടവും. അമ്മാ ദൈനുൻ മർജുവുൽ അദായി, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള കടം എല്ലാ വർഷവും സക്കാത്ത് കൊടുക്കണം. ഉദാഹരണമായിട്ട് നിങ്ങളുടെ വീട് പണിക്കോ മറ്റോ ആവശ്യാർത്ഥം എൻ്റെ അടുത്തുനിന്ന് ഒരു 5 ലക്ഷം കടം വാങ്ങി, 5 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് തൃപ്തിയാണ്, എൻ്റെ അടുത്ത് കാശുമുണ്ട്, ഞാൻ നിങ്ങൾക്ക് 5 ലക്ഷം തന്ന് ഈ സാധാരണ റമദാനാണ് എൻ്റെ വർഷം പൂർത്തിയാവരും സക്കാത്ത് കൊടുക്കും. കഴിഞ്ഞ റമദാൻ സക്കാത്ത് കൊടുത്ത അടുത്ത റമദാനാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്ന 5ഉം കൂടി എൻ്റെ കൈവശം ഉള്ളതുപോലെ കണക്കാക്കി സക്കാത്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ പിന്നെ എൻ്റെ കയ്യിൽ 5 ലക്ഷം ഉള്ളൂ നോക്കും. അപ്പം ഞാൻ എത്ര സക്കാത്ത് കൊടുക്കേണ്ടത്? ഈ 10 ലക്ഷത്തിന് കൊടുക്കണം. എൻ്റെ കയ്യിൽ 5 ഇല്ല, 5 നിങ്ങൾക്ക് കടം തന്നാ നിങ്ങൾ കൃത്യമായ 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു തരുമ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്നാൽ ഞാനൊരാൾക്ക് സക്കാത്ത് കാശ് കടം കൊടുത്തു, അയാൾ അടുത്ത മാസം തരാമെന്ന് പറഞ്ഞ് വാങ്ങിയ അടുത്ത മാസവും ഇല്ല, പിറ്റത്തെ മാസവും ഇല്ല, ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ഇല്ല. എനിക്ക് തോന്നി ഓന് പഠിത്തമൊന്നും തരാൻ പറ്റൂല, ബിസിനസ്സിൽ പൊളിഞ്ഞു, അല്ലെങ്കിൽ രോഗം ബാധിച്ചു, ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു, ഇതൊക്കെ മനുഷ്യന് സംഭവിക്കാമല്ലോ. അങ്ങനെ ആകുമ്പോൾ അത് കിട്ടുമെന്ന പ്രതീക്ഷയില്ല. എങ്കിൽ അതിന് സക്കാത്ത് എപ്പോഴാണോ കിട്ടുന്നത് ആ സമയത്ത് കൊടുത്താൽ മതി. ആ സമയത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. 3 അഭിപ്രായം. ഒരഭിപ്രായം കിട്ടിയ ഉടനെ 1 വർഷത്തെ സക്കാത്ത് കൊടുക്കുക.
അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് അവൻ തരുന്നത് നിൽക്കുക, നാളെ തരാമെന്ന് പറഞ്ഞ് മറ്റന്നാൾ തരാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് 5 വർഷം എങ്കിൽ ഒരു വർഷത്തിൽ ആ കിട്ടിയ ഉടനെ അതിൻ്റെ 2.5% കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം, ഓൻ അതിന് സക്കാത്ത് കൊടുക്കന്നെ വേണ്ട. അപ്പോൾ കൊടുക്കണ്ട, ഒരു വർഷം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, പുതിയതായിട്ടൊരു സംഖ്യ കിട്ടിയതുപോലെ. മൂന്നാമത്തെ അഭിപ്രായം 5 വർഷത്തെയും സക്കാത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ മധ്യമ നിലപാടാണ് ശരിയെന്നാണ് പൊതുവെ പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയത്. അതെന്താണ്? ഒരു വർഷത്തെ സക്കാത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷ ഇല്ലാത്ത കട പറയുന്നത്. കിട്ടും പ്രതീക്ഷ ഉണ്ടെങ്കിൽ അപ്പം തന്നെ കൊടുക്കണം, ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നമ്മളെ സ്വത്ത് പോലെ തന്നെ കൊടുക്കണം. ഇതിൽ നേരത്തെ നിങ്ങൾ പുസ്തകം പറഞ്ഞല്ലോ, നമ്മളെ ഹോൾസെയിൽ കച്ചവടക്കാരൊക്കെ ഉണ്ടാവും. ഹോൾസെയിൽ കച്ചവടക്കാരുടെ ഒക്കെ കുറേ സ്വത്ത് പൈസ കിട്ടാനായിരിക്കും ഓരോരോ കച്ചവടക്കാരെടുത്താൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഹോൾസെയിൽ കച്ചവടക്കാർ സക്കാത്ത് കണക്ക് കൂട്ടുമ്പോൾ ആ കിട്ടാനുള്ള സംഖ്യയും കൂടെ കണക്ക് കൂട്ടിയിട്ടാണോ? ഈ കണത്തിലാണ് പ്രതീക്ഷയുള്ള. സാധാരണ റീറ്റെയിൽ കട കൊടുത്താൽ പോലെ ഒരു മാസം കച്ചവടം ചെയ്ത് സാധനങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞിട്ടാണ് പൈസ കിട്ടുക. അത് കൊടുക്കണവർക്കും അറിയാം, വാങ്ങണവർക്കും അറിയാം. അതൊക്കെ അവരെന്ത് ചെയ്യണം? അവരെ കൈവശമുള്ള ക്യാഷ് പോലെ കണക്കാക്കി സക്കാത്ത് കൊടുക്കണം. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതെ.